ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ചാനൽ ടൈം ബീസ് ഡൈസിംഗ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പുതിയ ഈ ചാനലിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ജിൻസി, ഞാൻ സ്വർഗ, ഞാൻ പവിഴം. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, ഒരു ലാമ്പിന്റെ. അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാമ്പാണ് അത്. പേപ്പറും ബോട്ടിലും അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ആ വീഡിയോയിൽ തന്ന എല്ലാ സപ്പോർട്ടിനും വെരി വെരി താങ്ക്സ്. ഞങ്ങൾ ഇനിയും കുറെ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തൂട്ടാ. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഒരിക്കലും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എന്തായാലും എനേബിൾ ചെയ്യണം, എന്നാലും പുതിയ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെന്താ, ഞങ്ങളെ ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും ഞങ്ങളോട് പറയണം. ഞങ്ങൾ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ബൈ ബൈ. പോപ്കോൺ പോട്ട് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഒരു പോപ്കോൺ കപ്പാണ്. പിന്നെ ചാക്ക് ചരട് വേണം, സിസേഴ്സ് വേണം, മാർക്കർ വേണം, ഗ്ലൂ വേണം, പിന്നെ പെയിൻറ്റ് വേണം, സ്കെയിൽ വേണം. പെയിൻറ്റ് ഇവിടെ ഗോൾഡൻ കളറുള്ള പെയിൻറ്റ് എടുത്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേറെ ഏത് വേണമെങ്കിലും എടുക്കാം. ഈ പോപ്കോൺ കപ്പിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്തിട്ട് അത് കട്ട് ചെയ്യാനാണ് പോണത്. ഈ പോപ്കോൺ കപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും, നമ്മൾ എവിടെ നമ്മൾ സിനിമ കാണാൻ പോയാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടേക്ക് പോയാലും നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. ഈ കപ്പ് നമ്മൾ ഡസ്റ്റ്ബിന്നിൽ ഇടാണ് ചെയ്യാറ്. ഇതൊട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നല്ലൊരു സൂപ്പർ സാധനം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. 6 സെൻറ്റിമീറ്ററിൽ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് അത് കട്ട് ചെയ്യണേ. അത് ചുറ്റും അത് 6 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് വരയ്ക്കാം. ഒരു 2.5 സെൻറ്റിമീറ്റർ വീതിയെങ്കിലും ഉള്ള ഒരു പീസായിട്ടാണ് കട്ടാക്കി നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം കേട്ടോ. അതിൽ കാണുമ്പോൾ മനസ്സിലാവും. 6 സെൻറ്റിമീറ്റർ നമ്മൾ റൗണ്ട് ചെയ്തിട്ടേക്കാണ്. ഇനി അത് കട്ട് ചെയ്യാണ്, ഉള്ളിലോട്ടാണ് കട്ട് ചെയ്യണേ. കണ്ടില്ലേ, ഏകദേശം ഒരു 2-2.5 സെൻറ്റിമീറ്റർ വീതി വിട്ടിട്ടാണ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ 6 സെൻറ്റിമീറ്ററിൻ്റെ അളവ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അവിടം വരെ എത്തുമ്പോൾ അത് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ് പോലെയായിട്ട് നമുക്ക് കിട്ടും കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അതിനെ കമഴ്ത്തി വെച്ചേക്കാണ്. കമഴ്ത്തി വെച്ചതിൻ്റെ ടോപ്പിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചാക്ക് ചരട് റൗണ്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗ്ലൂ ഇതിൻ്റെ ടോപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൽ ചാക്ക് ചരട് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെക്കണ വഴിക്ക് അത് സ്റ്റിക്കാവില്ല. അപ്പോൾ ഇച്ചിരി നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം, കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് പിന്നെ അത് സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് റൗണ്ട് ചെയ്യാനായിട്ട് എളുപ്പം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോരും. ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് വേണം കേട്ടോ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെ ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാണ്ട് റൗണ്ട് ചെയ്യണം. സ്പേസ് ഒന്നും ഇടയിൽ വരരുത്. കറക്റ്റ് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ റൗണ്ട് ചെയ്ത് പോകണം. ഇതങ്ങനെ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വരാം. ഈ ചാക്ക് ചരട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴും കിട്ടണ്ടോന്ന് അറിയില്ല. പണ്ടൊക്കെ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പൊതിഞ്ഞിട്ട് ഈ ചാക്ക് ചരട് കൊണ്ട് കെട്ടിയിട്ടാണ് തരാറ്. അങ്ങനത്തെ ചരടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാവണ പ്രശ്നം വരുന്നില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബണ്ണായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല ചാക്ക് ചരടിന്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് ഈ ചാക്ക് ചരട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറിൽ തന്നെ ഒരു 1 ലെയർ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ മേലെ കൂടെ കൊടുക്കാം. അതൊരു റോള് മാത്രം അങ്ങനെ ഗ്ലൂ കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് വെറുതെ റോൾ ചെയ്താലും അത് അവിടെ ഇരുന്നോളും. ഫസ്റ്റും ലാസ്റ്റും മാത്രം ഗ്ലൂ കൊടുത്താൽ മതി. അത് നമ്മൾ കറക്റ്റ് ആ ടോപ്പ് തൊട്ട് തന്നെ കറക്റ്റ് ഇതിനോട് ചേർന്ന് തന്നെ ഒട്ടിച്ചൊട്ടിച്ച് പോരണം. അത് റോൾ ചെയ്ത് ഇങ്ങനെ പോരണം.
കുറച്ച് നേരം അത് ഒന്ന് സ്റ്റിക്ക് ആവാനൊന്ന് ടൈം കൊടുത്തിട്ട് പിന്നെ അടുത്ത ലെയർ നമ്മൾ റൗണ്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ വിട്ടു പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മിനിറ്റ് കൊടുക്കും ഒന്ന് ഡ്രൈ ആവാനായിട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ലെയർ റോൾ ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ മതി. ഒന്നിനോട് ഒന്ന് ചേർന്ന് റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോപ്കോണിൻ്റെ കവർ നമുക്ക് കാണില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ കാണും അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ. അതില്ലാന്ന് നോക്കിയിട്ട് വേണം റോൾ ചെയ്യാനായിട്ടാ. ഇതിപ്പോൾ റോൾ ചെയ്ത് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. നമ്മൾ കളയണ വേസ്റ്റിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അത് പ്രകൃതിക്ക് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പൈസ ചിലവില്ലാതെ ഒരു സാധനം ഉണ്ടാക്കി കിട്ടുകയാണ്. മൂന്നാമത്തെ കാര്യം അത് അത്രയും ഭംഗിയുള്ളതാണെന്നുള്ളതാണ്. ഇതിപ്പോൾ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയതാണെന്ന് നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായി മാറുകയാണ്. ഇനി ഇത് നമ്മൾ ചുറ്റി കഴിഞ്ഞപ്പോൾ ഇനി ഇതിന് ആ എതളുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതുമൊക്കെയും നമ്മൾക്ക് ഈ ചാക്ക് ചരടിനെ ചുറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ എതളമയും കുറേശ്ശെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വൈറ്റ് ഗ്ലൂ ആണ് ഇവിടെ എടുത്തേക്കണേ, ഏത് ഗ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഗ്ലൂ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചാക്ക് ചരട് ഇത്ര നേരം നമ്മൾ റൗണ്ട് ചെയ്ത പോലെയല്ല റൗണ്ട് ചെയ്യേണ്ടത്. അതൊരു പ്രത്യേക രീതിയിൽ മെടഞ്ഞാണ് ഇട്ട് എടുക്കേണ്ടത്. അത് നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഇട്ട്. ഇനി ഇത് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞത് ഒന്ന് ലൈറ്റായിട്ട് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. കുറേ നേരമല്ല, ഒരു 10 സെക്കൻഡ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മളത് കൊടുക്കുമ്പോഴേക്കും അത് അവിടെ നിന്ന് വിട്ടുപോരും. അത് കാരണം ഇനി നമ്മളിത് മെടയാ ചെയ്യണം. കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒരെണ്ണത്തിൻ്റെ മൂളിക്കോട എടുത്തിട്ട് ചരട്, പിന്നെ അടുത്തതിൻ്റെ താഴേക്കോട എടുക്കണം. ഒന്നിൻ്റെ മൂളിക്കോടയും പിന്നത്തതിൻ്റെ താഴേക്കോടയും അങ്ങനെ ഇടവിട്ട് അതിനങ്ങനെ മലർത്തി വെച്ചിട്ട് പിന്നെ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുത്ത് പോകാൻ പറ്റും. ഒന്നിൻ്റെ മൂളിക്കോട, പിന്നെ ഒന്നിൻ്റെ താഴേക്കോട, പിന്നെ വീണ്ടും ഒന്നിൻ്റെ മൂളിക്കോട, പിന്നെ ഒന്നിൻ്റെ താഴേക്കോട, അങ്ങനെ ഇടകലർത്തി എടുത്ത് നമ്മൾ റൗണ്ട് ചെയ്ത് കൊണ്ടുവരാണ്. സ്ലോവിൽ ചെയ്താൽ മതി. തന്നെ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കടത്തിയിട്ടിട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇതിങ്ങോട്ട് പുറത്തേക്ക് തള്ളി ഇങ്ങനെ പോരും. അത് വരാണ്ട് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കടത്തിയിട്ടോളൂ. അങ്ങനെ വേണ്ട എല്ലാ എതളിൻ്റെ ഇടയിൽ കൂടിയും നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പകുതി വരെ നമ്മൾ മെടഞ്ഞ് കഴിയുമ്പോൾ ആ എതളുകൾ ഒന്നുകൂടിയും എതളുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടിയിട്ടുണ്ടാവും. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, മെടയാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. പിന്നെ അത് ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്യണം. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്യാപ്പ് പോലെ അല്ലെങ്കിൽ ഈ പോട്ട് മുഴുവനും ചാക്ക് ചരടുകൊണ്ട് കവറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇങ്ങനത്തെ ക്യാപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഈ കപ്പ് എടുക്കുമ്പോൾ പോപ്കോണിൻ്റെ കപ്പ് ഉള്ളിൽ നല്ല വിസ്താരമുള്ള കപ്പാണെങ്കിൽ ശരിക്കും അത് ക്യാപ്പായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊരു ബാൻഡ് പോലെ കണക്ട് ചെയ്ത് കൊടുത്താൽ തലയിൽ ഇങ്ങനെ വെക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ എൻഡായിട്ടുണ്ട്. എൻഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തുമ്പ് അതിലേക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തുമ്പ് കാണരുത് പുറത്തേക്ക്, ആ ഒരു ലെവലിൽ. ഏത് കളർ വേണമെങ്കിലും ഇതിന് കൊടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ചരടിന് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. പല കളറുകളൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് തലയിൽ വയ്ക്കാൻ കൊടുത്ത് നല്ല ഭംഗിയുണ്ടാവും. ഗേൾസിനാണെങ്കിൽ അതിൻ്റെ അടിയിലൊരു നല്ല ഒരു പൂവൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ട് നമ്മുടെ ഐഡിയ ഒക്കെ എടുത്തിട്ട് നല്ല ഭംഗിയിൽ ഇതിനെ എന്താക്കിയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പോട്ടായിട്ടും ക്യാപ്പായിട്ടും അങ്ങനെ എന്തായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് ഇനി ഒരു 5 മിനിറ്റ് ഡ്രൈ ആവാനായിട്ട് വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഗോൾഡൻ കളറിലുള്ള പെയിൻ്റാണ് ഇവിടെ ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഏത് കളറിലോ അല്ലെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള പെയിൻറ്റ് വേണമെങ്കിലും ചെയ്യാം. ആക്രിലിക് പെയിൻറ്റോ സ്പ്രേ പെയിൻറ്റോ, ഇനി അല്ലെങ്കിൽ വീടിന് പെയിൻറ്റ് അടിച്ചതിൻ്റെ ബാക്കി ടിന്നിലുള്ളത് അത് അടിച്ചാലും ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഇത് സെറ്റ് ചെയ്തു.